നമസ്കാരം, ഫാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ധന്യ സരോഷ്. സിമ്പിളായി ഒരു ഓൾട്ടർനേറ്റ് ടോപ്പ് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. ചെയ്യാനുള്ള തുണി എടുത്തു. തുണി 4 മടക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എത്രയാണ് തുണിക്ക് നമ്മുടെ ടോപ്പിന് ലെങ്ത് ആവശ്യമുണ്ട് അങ്ങനെ ഇങ്ങനെ മടക്കി നമ്മുടെ ലെങ്തിൻ്റെ അനുസരിച്ച് മടക്കിയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോളറിന് ഓൾട്ടർനെക്കിന് കോളർ ആവശ്യമുണ്ട്. ആ കോളറിന് ആവശ്യം 1 ഇഞ്ച് നമ്മൾ ടോപ്പിൽ നിന്ന് താഴേക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മുടെ ഷോൾഡർ എത്രയാണ് ആ ഷോൾഡറിൻ്റെ പകുതി എടുക്കുക. അപ്പം ഞാൻ എൻ്റെ ഷോൾഡറിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ഷോൾഡർ ഉള്ളത് അതിൻ്റെ പകുതി എടുക്കുക. അത് തന്നെ ഇതിൽ നിന്ന് ഈ ടോപ്പിൽ നിന്ന് ഇവിടുന്നും അത്രയും തന്നെ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ബോക്സ് വരയ്ക്കുക, സ്ക്വയർ വരയ്ക്കുക. നമുക്ക് എത്രയാണ് ഷോൾഡർ ആവശ്യം അതിൻ്റെ ഹാഫ് ബോക്സ് നമ്മൾ വരച്ചു. അത് കഴിഞ്ഞ് ഇവിടുന്ന് നമ്മുടെ ചെസ്റ്റാണ് എടുക്കുന്നത്. നമ്മുടെ ചെസ്റ്റ് എത്രയാണ് ഉള്ളത് ചെസ്റ്റിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതായത് ചെസ്റ്റ് 36 ആണെങ്കിൽ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 9. എന്നിട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മേളിലേക്ക് എടുത്ത കോളറിനുള്ളത് അത് എടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഇവിടെ നിന്നാണ് നമ്മൾ ലെങ്ത് എല്ലാം മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ വേസ്റ്റ് ലെങ്ത് നമ്മുടെ ഷേപ്പിൻ്റെ അവിടെ വരെയുള്ള ലെങ്ത് അതൊരു 14 എടുത്തു. അവിടെ നിന്ന് നമ്മുടെ വേസ്റ്റ് റൗണ്ട് നമ്മുടെ എത്രയാണ് വേസ്റ്റ് റൗണ്ട് അതിനെ 4 ഡിവൈഡ് ചെയ്തു. എന്നിട്ട് 2 വെച്ച് കൂട്ടി. അതായത് 32 ആണെങ്കിൽ അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 8, പിന്നെ 2 ഇഞ്ച് കൂടുതൽ, പിന്നെ 10 ഇഞ്ച്. പിന്നെ അങ്ങോട്ട് നമ്മുടെ ഹിപ്പ് ലെങ്ത് അല്ലെങ്കിൽ നമ്മുടെ സ്ലിറ്റിൻ്റെ എത്രയാണ് ലെങ്ത് എന്നുള്ളത് അത് മാർക്ക് ചെയ്യുക. സ്ലിറ്റിൻ്റെ എവിടം വരെ വേണം ആ സ്ലിറ്റിൻ്റെ മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മുടെ ഹിപ്പ് ആ സ്ലിറ്റിൻ്റെ അവിടുത്തെ നമ്മുടെ വണ്ണത്തിൻ്റെ 4/1 എടുക്കുക. എന്നിട്ട് തയ്യത്തുമ്പ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കുക. ഞാനൊരു താഴത്ത് നമ്മുടെ ഫ്ലെയർ എത്രയാണ് ആവശ്യം ഫ്ലെയറിൻ്റെ അതായത് ഹിപ്പിൻ്റെ ഇവിടെ എത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത് പറഞ്ഞത് അത് തന്നെ നമ്മൾ ഇവിടെ എടുക്കുക. എന്നിട്ട് ഇത് ജോയിൻ ചെയ്യുക. ഇവിടെ ഷേപ്പ് ചെയ്തു, ഇങ്ങനെ ഷേപ്പ് ചെയ്തു. ഓക്കെ, ഇവിടെ ഫ്ലെയറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് മേളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മിഡിലിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആം ഹോൾ ഇവിടുന്ന് 1.5 ഇഞ്ച് ഇതായത് ഈ ഒരു എൽ പോർഷനിൽ നിന്ന് 1.5 ഇഞ്ച് അത് കഴിഞ്ഞിട്ട് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ വരയ്ക്കുക. ഇത് ബാക്കിലത്തെ ആം ഹോള്, ഫ്രണ്ടിലത്തെ ആം ഹോൾ, ഇത്രയും ടോപ്പിൻ്റെ. ഇനി നമ്മൾ കോളർ ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ നെക്കിന് എത്ര ഇത് വേണം അകലം വേണം എന്നുള്ളത് എല്ലാവർക്കും ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. മേളിലേക്ക് ഒന്ന് വരയ്ക്കുക. ഇവിടെ നിന്നോട്ട് ഒരു 1/2 ഇഞ്ച് ഒന്ന് ചരിച്ച് ഇങ്ങനെ കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ അതിലേക്ക് ഒന്ന് ചരിച്ച് നമ്മുടെ ബാക്ക് കോളറാണ്. ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മളിവിടുന്ന് നമ്മുടെ ഇഷ്ടം ഇവിടെ ഞാനൊരു 1 ഇഞ്ച് ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്തു. പിന്നെ ഈ പോയിന്റിൽ നമ്മുടെ നെക്കിനകത്ത് എത്രയാണ് ആവശ്യം അതായത് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് കോളർ കഴിഞ്ഞ്
ഇവിടെ ഈ ഫോൾഡ് അതങ്ങ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ബാക്കിലത്തെ ഈ തുണി എടുത്ത് മാറ്റി, ഇത് ബാക്കാണ്, ബാക്കിലത്തെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് എടുത്ത് കൈക്കുഴി, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നെക്കിൻ്റെ ഷേപ്പ്, ഫ്രണ്ടിലത്തെ നെക്ക്. ഇനി നമ്മൾ സ്ലീവും കൂടെ കട്ട് ചെയ്യാൻ പോവാണ്. സ്ലീവിന് ഇതുപോലെ തന്നെ ഒരു മടക്ക്, പിന്നെ ഒരു മടക്ക് കൂടി ഇങ്ങനെ മടക്കുക. സ്ലീവ് ലെങ്ത് എത്രയാണ് വേണ്ടത്? എനിക്ക് ഈ മുട്ടിൻ്റെ അവിടം വരെ മതി, ഒരു 12 വരെ എനിക്ക് സ്ലീവ് ലെങ്ത് മതി. 12 വരെ സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. 2 ഫോൾഡുണ്ട്. ഇവിടെ നമ്മൾ സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ചെസ്റ്റിൻ്റെ 4/1, എത്രയാണ് ചെസ്റ്റ് എന്ന് അതിൻ്റെ 4/1 എടുക്കുക. അത് കഴിഞ്ഞ് ഇവിടുന്ന് ചെസ്റ്റ് ഡിവൈഡ് ബൈ 12, അതെത്രയാകില്ല, എനിക്ക് 4 കിട്ടും. ആ 4 മാർക്ക് ചെയ്തു. ഇവിടെ ഹാഫ് സ്ലീവ് റൗണ്ട്, നമ്മുടെ താഴത്തെ റൗണ്ട്, അതെത്രയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് 11ആണ്. 11ൻ്റെ പകുതി പ്ലസ് 1 ഇഞ്ച് 6.5. എന്നിട്ട് ഇവിടോട്ട് ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ ഈ പോയിന്റ് ഈ കോർണറിലേക്ക് ജോയിൻ ചെയ്യും. എന്നിട്ട് ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ് കാണുക. ആ മിഡിലിൽ നിന്ന് 2 വശത്തേക്കും 1/2 ഇഞ്ച്, ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച്, ഇവിടെ 1 ഇഞ്ച്. എന്നിട്ട് ഇവിടുന്ന് ഈ അരയിലേക്ക് വന്നിട്ട് ഈ ഒന്നിലേക്ക് ഇങ്ങനെ വളച്ചു കൊണ്ടുവരിക. ഇവിടുന്ന് ഇങ്ങനെ അരയിലേക്ക് വന്ന് ഓക്കെ. നമ്മുടെ സ്ലീവിൻ്റെ കഴിഞ്ഞു. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. ഇത് ബാക്ക് ആം ഹോള്, ഇത് ഫ്രണ്ട് ആം ഹോൾ. ആദ്യം പുറത്ത് കാണുന്ന ഈ ലൈനൊന്ന് കട്ട് ചെയ്യും. ഇത് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഫ്രണ്ടിലത്തെ കൈക്കുഴി. നമ്മൾ നെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റിഫ് എടുത്ത് സ്റ്റിഫ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഫ്രണ്ടിലത്തെ നെക്ക് സ്റ്റിഫിൻ്റെ ഫോൾഡിൻ്റെ കറക്റ്റാക്കി വെച്ച് നമ്മൾ വരയ്ക്കുക. മാറ്റിയിട്ട് നെക്ക് ഇവിടുന്ന് 1 ഇഞ്ച് ഇങ്ങനെ മാറ്റി അതിലേക്ക് ജോയിൻ ചെയ്യാം. ഇങ്ങനത്തെ ഷേപ്പിൽ എന്നിട്ടതങ്ങ് കട്ട് ചെയ്യാം. ഇങ്ങനത്തെ ഷേപ്പിൽ സ്റ്റിഫ് കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്കിലത്തെ നെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റിഫിൻ്റെ പീസ് കട്ട് ചെയ്ത് അതൊന്ന് ഫോൾഡ് ചെയ്ത് ബാക്കിലത്തെ നെക്ക് കോളറിൻ്റെ പോർഷൻ ഇങ്ങനെ വെച്ച് വരയ്ക്കുക. നമ്മൾ കട്ട് ചെയ്ത സ്റ്റിഫ് ഒരു ക്ലോത്തിലോട്ട് അയൺ ചെയ്ത് ഒട്ടിച്ചിട്ട് ആ ഷേപ്പിൽ തന്നെ ചുറ്റും കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ടും അതുപോലെ തന്നെ ബാക്ക് പോർഷനും. ഇത് വെച്ചിരിക്കുന്ന സ്റ്റിഫ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ടോപ്പിൻ്റെ നല്ല ഭാഗത്ത് ആ നെക്കിൻ്റെ അവിടെ ഈ സ്റ്റിഫ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഒന്ന് പിൻ ചെയ്യുക. ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് മാറ്റി ഇതേ ഷേപ്പിൽ ഇവിടുന്ന് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യണം.
ഷോൾഡറെല്ലാം ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ നെക്ക് ഈ ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ ലൂപ്പ് വെച്ചിട്ട് ബട്ടൺസ് ഇവിടെ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിലുള്ള ഈ തയ്യൽ ഇതൊക്കെ ഒന്ന് മടക്കി ഹെമ്മിങ് ചെയ്യണം. ഉള്ളിലേക്ക് വെച്ച് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക. ഇനി സ്ലീവൊക്കെ വെക്കണം. സ്ലീവ് റൗണ്ടിൻ്റെ ഈ പോർഷനിൽ ഒരു 1/2 ഇഞ്ച് ഒരു മടക്ക്, ഇങ്ങനെ 2 മടക്കായിട്ട് മടക്കി 2 സ്ലീവിൻ്റെ അറ്റത്ത് മടക്കി അടിക്കണം. അറ്റത്ത് സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫ് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ചെസ്റ്റിൻ്റെ ഇവിടെ നമ്മൾ 2 ഇഞ്ചായിരുന്നു കൂട്ടുക. 2 ഇഞ്ച് ഇവിടെ വരെ നമ്മുടെ സ്ലിറ്റിൻ്റെ ഇവിടം വരെ, നമ്മൾ സ്ലിറ്റ് എവിടെ വരെ വേണമെന്ന് വെച്ചാൽ അവിടെ വരെ 2 ഇഞ്ചിൻ്റെ അലവൻസ് കൊടുത്ത് ഷേപ്പ് ചെയ്തു. ആ ഷേപ്പിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. സ്ലിറ്റിന് വേണ്ടി ഇവിടം വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയേക്കുന്നത്. ആ നിർത്തിയേക്കുന്നിടത്തു നിന്ന് ഒരു ലെയർ തുണിയുടെ ബാക്കിലത്തെ ഫ്രണ്ടിലത്തെ ലെയർ എടുത്ത് ആ ഇത്രയും തുമ്പ് മടക്കി ഇങ്ങനെ മടക്കിയിട്ട് ഈ മടക്കിൻ്റെ തുമ്പത്തൂടെ താഴെ വരെ അടിക്കണം. അതുപോലെ ഇപ്പോഴത്തെ സൈഡ് അതുപോലെ തന്നെ സ്ലിറ്റിന് വേണ്ടി അടിച്ചെടുത്തുനിന്ന് മടക്കി താഴെ വരെ ഈ തുമ്പത്തൂടെ അടിക്കുക. സ്ലിറ്റിന് വേണ്ടി നമ്മളിങ്ങനെ മടക്കി അടിച്ചു കഴിഞ്ഞിട്ട് ഈ തുമ്പ് ഉള്ളിലേക്ക് മടക്കി ഇനി ഈ അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഈ സ്ലിറ്റിൻ്റെ ഈ ടോപ്പിലാകുമ്പോൾ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മേളിലേക്ക് വന്നിട്ട് സ്ക്വയറിൽ ഇപ്പുറത്ത് മടക്കി 2 അറ്റവും മടക്കി ഇങ്ങനെ അടിച്ചു പോകും. 2 വശത്തെ സ്ലിറ്റ് അടിച്ചു കഴിഞ്ഞിട്ട് ഇനി ഫ്ലയർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള ഡിസൈൻസുമായി നമുക്ക് വീണ്ടും കാണാം.